അങ്ങനെ നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത മുളകിട്ട നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം കട്ടി കാര്യങ്ങളൊക്കെ ആയി. അല്ല, ചെമ്മീൻ ഇട്ട് ഇരിക്കണമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് കട്ടിയായിട്ടുണ്ട്. സംഗതി ഇറക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും വേപ്പരിയും റെഡി ആയിട്ടുണ്ട്. അത് നല്ല പ്യുവർ വെളിച്ചെണ്ണയിൽ കാച്ചിയതിലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് സൂപ്പറായി മാങ്ങ ഇട്ടിട്ടുള്ള കറി, മാങ്ങയും കുടംപുളി തക്കാളി ഇട്ടുള്ള കറി. ഓക്കെ, നമുക്ക് ഏറ്റവും എളുപ്പം തയ്യാറാക്കാനുള്ളതാണ് മുളകിട്ടുള്ള കറി. ഇത് ചെമ്മീൻ, പച്ച ചെമ്മീൻ മുളകിട്ടുള്ള കറി. പച്ച ചെമ്മീൻ്റെ കുറച്ച് ഉണ്ട് ഇവിടെ, 10-15 ചെമ്മീൻ, നല്ല വലിയ ചെമ്മീൻ ഉണ്ട്. അതൊന്ന് മുളകിട്ട് വെക്കണം. അതിന് ഇടുക എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒരു 3 സ്പൂൺ കാശ്മീരി മുളക്, 1/2 സ്പൂണ് എരിവുള്ള മുളക്, 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് നമ്മുടെ കുടംപുളി, 4 ഒരു ചെറിയ ഒരു മാങ്ങയുടെ പകുതി മാങ്ങ അത് എഴുതിയിട്ടിട്ടുണ്ട്. വേപ്പില, പാകത്തിന് ഉപ്പ്, മല്ലി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മറ്റൊരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരും. സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് മീൻ കറി, അത് മുളകിട്ട കറി. ഓക്കെ, ആവശ്യത്തിന് കട്ടി ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ടാലൊരു കട്ടി, ആ തക്കാളിയുടെ പൊളിയും മാങ്ങയുടെ പൊളിയും കുടംപൊടിയുടെ പൊളിയും കൂടിയിട്ട് വരുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഓക്കെ, ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി ചെമ്മീനിടാം. ചെമ്മീൻ കുറച്ച് പേരുണ്ട്, 2 പേർക്ക് ഉണ്ടാക്കാനാണത്. അപ്പോൾ കുറച്ചെടുത്തിട്ടുള്ള. ഓക്കെ, ഇവൻ്റെ തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ കുറച്ച് കട്ടിയിൽ വരും. ഷാജി മാമൻ്റെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, തൃശ്ശൂർ ബൈറ്റ്സിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇനിയുള്ള വീഡിയോയുടെ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പോൾ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് പണിയും കൂടി ഉണ്ട്, പെട്ടെന്നാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത മുളകിട്ട നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം കട്ടി കാര്യങ്ങളൊക്കെ ആയി. അല്ല, ചെമ്മീൻ ഇട്ട് ഇരിക്കണമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് കട്ടിയായിട്ടുണ്ട്. സംഗതി ഇറക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും വേപ്പരിയും റെഡി ആയിട്ടുണ്ട്. അത് നല്ല പ്യുവർ വെളിച്ചെണ്ണയിൽ കാച്ചിയതിലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് സൂപ്പറായി മാങ്ങ ഇട്ടിട്ടുള്ള കറി, മാങ്ങയും കുടംപുളി തക്കാളി ഇട്ടുള്ള കറി. ഓക്കെ, പിന്നെ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചുവന്നുള്ളി, വേപ്പരി, ഇതൊന്ന് ബ്രൗൺ കളറായ നമുക്കതിലിടാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് കാച്ചിട്ടിടണം. ചുവന്നുള്ളി നല്ല വെളിച്ചെണ്ണയിൽ വേപ്പലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നല്ലൊരു മണം. ബ്രൗൺ കളറായി വന്നാൽ നമ്മുടെ കറിക്ക് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൊടുക്കും. ഓക്കെ, എല്ലാവരും ഇത് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. ഇത്രയും പെട്ടെന്ന് അത് മീൻ നന്നാക്കണം എന്നുള്ള ഒറ്റ ഇത് മാത്രമല്ല, ബാക്കിയൊക്കെ പൊടി ഐറ്റംസാണ് ഇടുന്നത് നമ്മൾ. പക്ഷെ എന്നാലും നല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറൊക്കെ അങ്ങനെ ഉള്ളിലോട്ട് പോകാൻ അറിയില്ല, അത്രയും സൂപ്പർ ടേസ്റ്റാണ്. പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം പറയും. നിങ്ങൾക്ക് കമൻറ്റ് എനിക്ക് ലൈക്ക് തരും. ഇഷ്ടമായില്ല കേട്ടോ. ഓക്കെ.
അപ്പോൾ നമ്മളത് കറക്റ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത് നമ്മളതിൽ ഒഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മീൻ കറി സൂപ്പായിട്ടുണ്ട്.